ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വചനധ്യാനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തൻ്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. യേശു തൻ്റെ അപ്പോസ്തലന്മാരെ 12 പേരെ തിരഞ്ഞെടുത്ത ശേഷം 3 ദൗത്യങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. കൂടെയായിരിക്കുക, അയക്കപ്പെടുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. പുത്രനായ യേശു ദൈവപിതാവിനോട് കൂടെ എപ്പോഴും ആയിരിക്കുന്നത് പോലെ ആ ദൈവത്തോട് കൂടെയായിരിക്കാനുള്ള വലിയ ദൗത്യം. ദൈവം നൽകുന്ന സന്ദേശവുമായി, സദ്വാർത്തയുമായി, സുവിശേഷവുമായി ലോകമെമ്പാടും പോകുവാനുള്ള ദൗത്യം. തിന്മയുടെ വിത്തുകൾ പൊട്ടിമുളച്ച് വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നന്മയുടെ പറുദീസ കെട്ടി ഉയർത്തുവാനുള്ള വലിയ ക്ഷണം. ജ്ഞാനസ്നാനമെന്ന കൂദാശയിലൂടെ പൊതുപൗരോഹിത്യം സ്വീകരിച്ച നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വം തന്നെയാണിത്. ദൈവത്തോട് കൂടെയായിരിക്കുക, ദൈവത്താൽ അയക്കപ്പെടുക, ദൈവം കൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നത്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, യേശു മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തു എന്നാണ് സുവിശേഷത്തിൽ കാണുന്നത്. യേശു തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചു. അവർ അപ്പോൾ തന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ പിൻചെന്നു. മർക്കോസിൻ്റെ വിവരണമനുസരിച്ച് മലമുകളിലേക്ക് കയറി ചെന്നുകൊണ്ടാണ് യേശു അപ്പോസ്തലന്മാരെ വിളിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കടന്നു ചെല്ലുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മലയെന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങളായാണ്. ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ടാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായത്. ദൈവം തൻ്റെ കൽപ്പനകൾ മോശ വഴി നൽകുന്നതും മറ്റൊരു മലമുകളിലാണ്, സീനായ് മലമുകളിൽ വെച്ച്. ദൈവത്തിൻ്റെ കൂടാരമായ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത് സിയോൻ എന്ന പർവ്വതത്തിൻ്റെ മുകളിലാണ്. അങ്ങനെ ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായാണ് മലയെ സുവിശേഷത്തിലും അതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെന്നുകൊണ്ടാണ് യേശു തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരെ വിളിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, യേശു തനിക്കിഷ്ടമുള്ളവരെയാണ് അടുത്തേക്ക് വിളിച്ചത്. വിളിക്കപ്പെട്ടവരുടെ കഴിവുകളോ അവരുടെ നിറമോ മറ്റു ഗുണങ്ങളോ അവരുടെ ഒരു തരത്തിലുമുള്ള ക്വാളിറ്റികളോ അല്ല അവിടെ നിന്ന് കാണുന്നത്. മറിച്ച് ദൈവത്തിന് മുൻപിൽ പ്രീതികരമായ ജീവിതം നയിക്കുന്നവനാണോ, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള മകനാണോ അല്ലെങ്കിൽ മകളാണോ എന്നാണ് ദൈവം നോക്കുന്നത്. യേശു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് തനിക്കിഷ്ടമുള്ളവരെ വിളിച്ച് വിശുദ്ധീകരിച്ച് കൂടെ നിർത്തി അവിടുന്ന് തൻ്റെ ദൗത്യം അവരെ ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടത്തോട് കൂടെയായിരിക്കുവാൻ നമ്മളും സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് ഇഷ്ടമുള്ളവരായി മാറും. 12 അപ്പോസ്തലന്മാരെ പോലെ കർത്താവായ യേശുക്രിസ്തുവിന് പ്രിയപ്പെട്ടവരായി തീരാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.